ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഗലീലിയോ എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റികളും അതിന്റെ ഉത്തരങ്ങളും മലയാള അർത്ഥസഹിതം ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആക്ടിവിറ്റി 1. ലേഖ് കെ ആധാർ പർ ക്രമബദ്ധ കരേं. വാചകത്തെ അടിസ്ഥാനമാക്കി ക്രമത്തിൽ ക്രമീകരിക്കുക. അതായത് പാഠവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ശരിയായ കാലക്രമത്തിൽ ക്രമീകരിക്കുക. आद्यम നമുക്ക് ചോദ്യങ്ങൾ വായിക്കാം. वो अपनी नब्ज का इस्तेमाल घड़ी के रूप में करता है. विभिन्न धातुओं के गोलों को लेकर प्रयोग करता है. वो फानूस के झूलने की दूरी और समय के आपसी संबंध को लेकर अनुमान करता है. वो स्कूल में झूलने वाले फानूस का निरीक्षण करता है. ഇനി നമുക്ക് ഇവയുടെ അർത്ഥങ്ങൾ ഇതേ ക്രമത്തിൽ തന്നെ നോക്കാം. 1. അവൻ തന്റെ പൾസ് ഒരു വാച്ച് അല്ലെങ്കിൽ ടൈമറായി ഉപയോഗിക്കുന്നു. 2. വ്യത്യസ്ത ലോഹങ്ങളുടെ പന്തുകൾ ഉപയോഗിച്ച് അയാൾ പരീക്ഷണം നടത്തുന്നു. 3. നിലവിളക്കിന്റെ ഊഞ്ഞാലിന്റെ ദൂരവും സമയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം സിദ്ധാന്തിക്കുന്നു. 4. അവൻ സ്കൂളിലെ ആടുന്ന നിലവിളക്ക് നിരീക്ഷിക്കുന്നു. ഇനി ഇവയുടെ ശരിയായ ക്രമങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇത് നോക്കി എഴുതിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 2. पोस्टर तैयार करें. 15 फरवरी गैलीलियो दिवस है. मैदान में इस अवसर पर आपके स्कूल में विज्ञान प्रदर्शनी होने वाली है. इसके प्रचार के लिए पोस्टर तैयार करें. പോസ്റ്റർ തയ്യാറാക്കുക. ഫെബ്രുവരി 15 ഗലീലിയോ ദിനമാണ്. ഈ അവസരത്തിൽ നിങ്ങളുടെ സ്കൂൾ മൈതാനിയിൽ ശാസ്ത്ര പ്രദർശനം നടക്കുന്നു. അതിന്റെ പ്രചാരണത്തിനായി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഒരു താൽക്കാലിക പോസ്റ്റർ ഈ വിഷയത്തോടനുബന്ധിച്ചുണ്ടാക്കി സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് നോക്കി എഴുതിയെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 3. रेखांकित शब्दों का अर्थ अलग अलग संदर्भों में समझे और नए वाक्य बनाएं. അടിവരയിട്ട പദങ്ങളുടെ അർത്ഥം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ മനസ്സിലാക്കി പുതിയ വാക്യങ്ങൾ ഉണ്ടാക്കുക. 2 ഉദാഹരണങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവ ഇനി നമുക്ക് കണ്ടെത്താം. उत्तर 1. कुछ देर बाद चांद को देखते हुए वो उतरने लगा. കുറച്ചു സമയത്തിന് ശേഷം ചന്ദ്രനെ നോക്കി അയാൾ താഴേക്കിറങ്ങാൻ തുടങ്ങി. 2. उसे ऐसा लगा कि चांद भी उसके साथ चढ़ रहा था. തന്നോടൊപ്പം ചന്ദ്രനും ഉദിക്കുന്നതായി അയാൾക്ക് തോന്നി. 3. गाड़ी चलने लगी, बारिश होने लगी. വണ്ടി ഓടാൻ തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി. 4. मुझे दुख लगा, मुझे लगा कि उसने अच्छा किया जो वो चला गया. എനിക്ക് വിഷമം തോന്നി, അയാൾ പോയത് നന്നായി എന്ന് എനിക്ക് തോന്നി. 5. पौधे को जड़ लगी, ചെടിക്ക് വേര് പിടിച്ചു. 6. ചിത്ര ദീവാർ പർ ലഗാ. ചിത്രം ചുമരിൽ ചേർത്തു. ഇനി അടുത്തത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനാണ്. എന്നാൽ ഇനി നമുക്ക് അതിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 4. ചർച്ച കരേं. വിഷയ कुछ दिनों के बाद गलीलियो को उसके पिता ने डॉक्टरी पढ़ने के लिए भेज दिया, मगर वो तो वैज्ञानिक बनना चाहता था. उसने अपने आप विषय बदल लिए. गलीलियो के निर्णय पर आपका विचार क्या है? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗലീലിയോയുടെ അച്ഛൻ അവനെ വൈദ്യശാസ്ത്രം പഠിക്കാൻ അയച്ചു. പക്ഷേ അവനൊരു ശാസ്ത്രജ്ഞനാകാൻ ആഗ്രഹിച്ചു. അവൻ സ്വന്തം ഇഷ്ടപ്രകാരം വിഷയം മാറ്റി. ഗലീലിയോയുടെ തീരുമാനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചർച്ച. गैलीलियो का अपने पिता की इच्छा के विपरीत डॉक्टरी छोड़कर विज्ञान का विषय चुनना एक साहसिक और बुद्धिमत्तापूर्ण निर्णय था. ये निर्णय गैलीलियो के अपने लक्ष्य और जुनून के प्रति स्पष्टता को दर्शाता है. किसी भी क्षेत्र में महान सफलता हासिल करने के लिए व्यक्ति का उस काम में मन लगाना और रुचि होना आवश्यक है. उन्होंने अपने जीवन का महत्वपूर्ण निर्णय स्वयं लिया, जो उनकी आत्मनिर्भरता और दृढ़ संकल्प को दर्शाता है. उन्होंने अपने पिता द्वारा सिखाए गए इस उपदेश का पालन किया कि सच कहने और सच निभाने में कभी भगवान से भी नहीं डरना चाहिए.
उन्होंने इसी तर्क का उपयोग करते हुए अपने विषय बदले। इसी निर्णय के कारण वे दुनिया के महानतम वैज्ञानिक बन पाए और पेंडुलम के नियम तथा दूरबीन जैसे महत्वपूर्ण आविष्कार दे सके। यदि वो डॉक्टरी करते रहते तो शायद दुनिया इन खोजों से वंचित रह जाती। ഗലീലിയോ തന്റെ പിതാവിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി ഡോക്ടർ പഠനം ഉപേക്ഷിച്ച് സയൻസ് തിരഞ്ഞെടുത്തത് ധീരവും വിവേകപൂർണവുമായ തീരുമാനമായിരുന്നു. തന്റെ ലക്ഷ്യത്തെയും താൽപര്യത്തെയും കുറിച്ച് ഗലീലിയോയ്ക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്ന് ഈ തീരുമാനം കാണിക്കുന്നു. താൽപര്യമില്ലാത്ത ഒരു വിഷയത്തിൽ തുടരുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകൾ പാഴാക്കാൻ കാരണമാകുമായിരുന്നു. തന്റെ ജീവിതത്തിലെ സുപ്രധാനമായ തീരുമാനം അദ്ദേഹം സ്വയം എടുത്തു. അത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും എടുത്തുകാണിക്കുന്നു. സത്യം പറയുന്നതിലും തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിലും പിതാവിന്റെ ഉപദേശം അദ്ദേഹം അക്ഷരം പ്രതി പാലിച്ചു. ഈ കാരണം കൊണ്ടാണ് അദ്ദേഹം ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവായി മാറുകയും ലോകത്തിന് സുപ്രധാനമായ ശാസ്ത്രീയ കണ്ടെത്തലുകൾ നൽകുകയും ചെയ്തത്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5 गैलीलियो के जीवन एवं दृष्टिकोण की विशेषताएं। गैलीलियो के जीवन एवं दृष्टिकोण की विशेषताएं क्या-क्या है? संकेतों के आधार पर टिप्पणी लिखें. ഗലീലിയോയുടെ ജീവിതത്തിന്റെയും ദർശനത്തിന്റെയും സവിശേഷതകൾ എന്തൊക്കെയാണ്? താഴെ തന്നവ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പെഴുതുക. गैलीलियो में आसपास की घटनाओं को केवल देखने के बजाय उन्हें विश्लेषणात्मक दृष्टि से देखने की अद्भुत क्षमता थी. उन्होंने एक पहाड़ी पर चढ़ते और उतरते समय चांद की स्थिरता का निरीक्षण किया और निष्कर्ष निकाला कि उसका चढ़ना उतरना हमारी नज़रों का धोखा है. इसी तरह उन्होंने स्कूल में प्रवचन के बीच झूलते हुए फानूस को देखकर ही पेंडुलम के समय और दूरी के आपसी संबंध का अनुमान लगाया, जिसने एक बड़े वैज्ञानिक सिद्धांत को जन्म दिया. उनका मूल मनोभाव था कि वो बिना सबूत के कुछ नहीं स्वीकारता था. उनके लिए विज्ञान का मतलब प्रयोग है और जो चीज़ माप-तौल के दायरे से बाहर हो वो विज्ञान नहीं है. फानूस के झूलने का समय जांचने के लिए उन्होंने अपनी नब्ज़ का इस्तेमाल घड़ी के रूप में किया और सिद्धांतों को प्रमाणित करने के लिए विभिन्न धातुओं के गोलों को लेकर प्रयोग किए. गैलीलियो ने अपने जीवन की दिशा स्वयं तय की. उनके पिता ने उन्हें डॉक्टरी पढ़ने के लिए भेजा, मगर वो वैज्ञानिक बनना चाहते थे, इसलिए उन्होंने अपने आप विषय बदल लिए. उन्होंने अपने पिता के इस उपदेश को निभाया कि सच कहने और सच निभाने में कभी डरना नहीं चाहिए, और इसी आधार पर उन्होंने अपने करियर का मार्ग चुना. गैलीलियो ने न केवल पारिवारिक बल्कि स्थापित सामाजिक मान्यताओं की चुनौतियों का भी सामना किया. उन्होंने पिता की इच्छा के विरुद्ध जाकर विज्ञान पढ़ने की चुनौती स्वीकार की. एक ऐसे युग में जब धर्म का बड़ा जोर പരിസരങ്ങളിലെ സംഭവങ്ങളെ വെറുതെ കാണുന്നതിനു പകരം അവയെ വിശകലന ബുദ്ധിയോടെ വീക്ഷിക്കാനുള്ള അസാധാരണമായ കഴിവ് ഗലീലിയോയ്ക്കുണ്ടായിരുന്നു. ഒരു കുന്നിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചന്ദ്രന്റെ നിശ്ചലാവസ്ഥ അദ്ദേഹം നിരീക്ഷിച്ച് ചന്ദ്രൻ തങ്ങളോടൊപ്പം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നമ്മുടെ കണ്ണുകളുടെ വഞ്ചന മാത്രമാണെന്ന് നിഗമനം ചെയ്തു. അതുപോലെ പള്ളിയിലെ പ്രസംഗത്തിനിടെ ആടുന്ന വിളക്ക് കണ്ടാണ് പെൻഡുലത്തിന്റെ സമയവും ദൂരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം അനുമാനിച്ചത്. ഇത് ഒരു വലിയ ശാസ്ത്രീയ സിദ്ധാന്തത്തിന് കാരണമായി. തെളിവില്ലാതെ അദ്ദേഹം ഒന്നും സ്വീകരിച്ചിരുന്നില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ മനോഭാവം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രമെന്നാൽ പരീക്ഷണമാണെന്നും അളക്കാനും കണക്കാക്കാനും കഴിയാത്തതൊന്നും ശാസ്ത്രമല്ലെന്നും അദ്ദേഹം വിശ്വസിച്ചു. വിളക്കിന്റെ ആട്ടത്തിന്റെ സമയം പരിശോധിക്കാൻ അദ്ദേഹം തന്റെ നാഡീമിടിപ്പ് ഒരു ക്ലോക്കായി ഉപയോഗിച്ചു. കൂടാതെ സിദ്ധാന്തങ്ങൾ തെളിയിക്കുന്നതിനായി വിവിധ ലോഹഗോളങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. ഗലീലിയോ തന്റെ ജീവിതത്തിന്റെ ദിശ സ്വയം തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് ഡോക്ടറാകാൻ വേണ്ടി അദ്ദേഹത്തെ അയച്ചെങ്കിലും തനിക്ക് ശാസ്ത്രജ്ഞനാകാൻ ആഗ്രഹമുണ്ടായിരുന്നതിനാൽ അദ്ദേഹം സ്വയം വിഷയം മാറ്റി തെരഞ്ഞെടുത്തു. സത്യം പറയുന്നതിലും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിലും ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്ന പിതാവിന്റെ ഉപദേശം അദ്ദേഹം പാലിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ കരിയർ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഗലീലിയോ കുടുംബപരമായ വെല്ലുവിളികൾ മാത്രമല്ല, സമൂഹത്തിൽ നിലനിന്നിരുന്ന ചിട്ടവട്ടങ്ങളെയും ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ചു. പിതാവിന്റെ ഇഷ്ടത്തിനു വിരുദ്ധമായി ശാസ്ത്രം പഠിക്കാനുള്ള വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്തു. യുക്തിയുടെയും പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ സത്യം തേടാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു. അത് അദ്ദേഹത്തെ ഒരു യഥാർത്ഥ ശാസ്ത്രജ്ഞനാക്കി മാറ്റി. ഈ കാഴ്ചപ്പാടാണ് ഗലീലിയോയെ ഒരു കണ്ടുപിടുത്തക്കാരൻ മാത്രമല്ല,
ആധുനിക ശാസ്ത്രചിന്തയുടെ പിതാവാക്കി മാറ്റുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.